അല്ല, കേരളത്തിലെ എല്ലാം ആരോഗ്യമായാലും വ്യവസായമായാലും എല്ലാ മേഖലയിലും നമ്പറുണ്ടായ കേരളം നമ്മുടെ സംസ്ഥാനത്തിന് വിദ്യാഭ്യാസത്തിൽ എങ്ങനെ പിന്നോട്ട് പോകാൻ കഴിയും? സാക്ഷരതയിൽ മെച്ചമാണല്ലോ. കാരണം വർഷങ്ങളായിട്ട് ശരിയാണ്, എല്ലാവരും ഈ നമ്മുടെ ബസ്സിൻ്റെ ബോർഡൊക്കെ വായിക്കാനായിട്ടുള്ള വിവരം നമ്മുടെ ആൾക്കാർക്കുണ്ട്. സാക്ഷരതയിൽ കേരളം മുന്നിലായതുകൊണ്ട് ഇന്ത്യയിലല്ല ലോകരാജ്യങ്ങൾ തന്നെ വളരെ അത്ഭുതത്തോടുകൂടി നോക്കി കാണുന്നു എന്നാണ് നമ്മുടെ സർക്കാർ പറയുന്നത്. എന്താ ഊതി വീർപ്പിച്ച കണക്കുമായിട്ട് പോയി നമ്മുടെ കുട്ടികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ കുട്ടികൾ നശിക്കുന്നു എന്നുള്ളൊരു സത്യം നമ്മുടെ വിദ്യാഭ്യാസ ഡയറക്ടർ ഷാനവാസ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് പത്രം വായിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തെ അഭിനന്ദിക്കണമെന്ന് തോന്നി. അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ? ഇത് 2010 അന്ന് DPA ആയിരുന്ന ബിജു പ്രഭാകരൻ പറഞ്ഞു. ബിജു പ്രഭാകരൻ അദ്ദേഹം ഒരു നോട്ട് സർക്കാരിന് കൊടുത്തു. ഈ രീതിയിലുള്ള പഠനം ശരിയല്ല, ഇവാലുവേഷൻ ശരിയല്ല, കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ വളരെ താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇത് ഭാവിയിൽ അപകടം ചെയ്യുമെന്നുള്ളൊരു നോട്ടാണ് ബിജു പ്രഭാകരൻ കൊടുത്തത്. പക്ഷേ ചുരുക്കം ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെ DPA സ്ഥാനത്ത് നിന്ന് മാറ്റി. അതുകൊണ്ട് ഷാനവാസിൻ്റെ ദിവസങ്ങളും ഈ സ്ഥാനത്ത് എണ്ണപ്പെട്ടു എന്നുള്ള സത്യമാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അത് പരോക്ഷമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം യാതൊരു കാരണവശാലും മെച്ചപ്പെടുത്ത് എന്നുള്ളൊരു വാശി പ്രത്യേകിച്ച് നമ്മുടെ രണ്ടാമത്തെ പിണറായി സർക്കാരിനുണ്ട്. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് വിദ്യാഭ്യാസ മന്ത്രിമാരെ ഇത് ഏൽപ്പിക്കില്ലായിരുന്നു. ഒന്ന് ശിവൻകുട്ടിക്ക് കോമൺ സെൻസ് ഉണ്ട്, യാതൊരു കോമൺ സെൻസും ഇല്ലാത്ത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും. ഡോക്ടറേറ്റ് ഉണ്ടെന്നേ ഉള്ളൂ ഇദ്ദേഹത്തിന്. നമുക്കറിയാം അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. എൻ്റെ സുഹൃത്തുമാണ്, എൻ്റെ MLA ആണ്. പക്ഷേ ഇവരെല്ലാം വിദ്യാഭ്യാസം അദ്ദേഹത്തിനെ ഏൽപ്പിക്കാനായിട്ട് മറ്റ് വകുപ്പുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൊഴിലോ അങ്ങനെയുള്ള വകുപ്പുകൾ കൊടുത്താൽ അദ്ദേഹം കാര്യക്ഷമമായിട്ട് ചെയ്യും. ഈ വകുപ്പിനെ കൊടുത്തത് കേരളത്തിൽ ഇനിയുള്ള അല്പം കുറച്ച് വിദ്യാഭ്യാസമുണ്ട്, അതുകൂടി നശിക്കണം. നമ്മുടെ കുട്ടികൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ സംസ്ഥാനം വിട്ട് പൊയ്ക്കണമെന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരെ ഈ സ്ഥാനം ഏൽപ്പിച്ചത്. ഞാൻ അതിനിടയ്ക്ക് സ്വാഭാവികം പറയട്ടെ, നമ്മുടെ കുട്ടികളുടെ നിലവാരത്തെക്കുറിച്ച് പറഞ്ഞു. A+ കിട്ടിയ ഒരു കുട്ടിയുടെ കഥ എൻ്റെ മുമ്പിലുണ്ട്. ഈ അടുത്ത ദിവസം ഞങ്ങൾ നമ്മൾ SSLCയുടെ മാർക്ക് ലിസ്റ്റ് കൊടുക്കുന്ന ദിവസമായിരുന്നു. ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണ്. അവിടെ പോയി അവിടുത്തെ ഹെഡ് മാസ്റ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കുട്ടികളും ഹെഡ് മാസ്റ്റർ മുമ്പ് വന്ന് മാർക്ക് ലിസ്റ്റ് വാങ്ങുകയാണ്. അദ്ദേഹം റിസീവ്ഡ് എന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ A+ കിട്ടിയ കുട്ടിക്ക് റിസീവ്ഡ് എന്ന് എഴുതാൻ അറിയില്ല. സത്യമാണ്, അതിൽ അതിശയിച്ചൊരു കാര്യമില്ല. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസം. അതുകൊണ്ട് ശ്രീ ഷാനവാസ് പറഞ്ഞത്, നിങ്ങൾ 50% വിജയിപ്പിച്ചോ, കുട്ടികൾ ജയിച്ചു പോട്ടെ, 50% മാർക്ക് കൊടുത്ത് 50%-നകത്ത് മാർക്ക് കൊടുക്കുക. A+ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ വഴിതെറ്റിക്കുകയാണ്, ആ കുട്ടികളുടെ രക്ഷകർത്താക്കളെ വഴിതെറ്റിക്കുകയാണ്. കാരണം A+ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും രക്ഷകർത്താക്കൾ വിചാരിക്കും എൻ്റെ മോൻ മിടുക്കനാണ്, അവൻ നാളെ IAS കിട്ടാം, അല്ലെങ്കിൽ അവനെ നാളെ ഡോക്ടറാക്കാം, അല്ലെങ്കിൽ അവനെ എഞ്ചിനീയറാക്കാം എന്ന രീതിയിലൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായി. ഇല്ലാത്ത പണം കടം വാങ്ങിച്ച് മോനെ പഠിപ്പിക്കാൻ തുടങ്ങും. അവൻ +2 ഇതേ നിലവാരമാണ്, അവിടെ A+ ആണ്. 99.7% പാസ്സാക്കുക, അതിൽ 68,000 കുട്ടികൾക്ക് A+ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ നശിപ്പിക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു സർക്കാരാണ്. ഇത് പറയുമ്പോൾ നേരത്തെ PC ജോർജ് പറഞ്ഞ പോലെ ഇത് ഞാൻ ഒരു ഗവൺമെൻറ്റിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. 2000 മുതൽ DPEP 96 ലോകബാങ്കിൻ്റെ സഹായത്തോടു കൂടി 96 നയനാരുടെ കാലത്ത് DPEP നടപ്പിലാക്കിയ അന്ന് മുതൽ തുടങ്ങിയാണ് കേരളത്തിൻ്റെ കഷ്ടകാലം. കേരളം നശിക്കാൻ തുടങ്ങിയ അന്ന് മുതലാണ്. അതിൻ്റെ പാരമ്യത്തിലെത്തി. അന്ന് 2000 51% SSLC. അതുവരെയൊക്കെ എന്താ 35-40 മാക്സിമം, അത് 52 ഇന്നത് 99.7 വന്ന് നിൽക്കുന്നു. ഇത് തീർച്ചയായിട്ടും ഇനിയെങ്കിലും പരിശോധിക്കണ്ടേ? അല്ലാതെ ഷാനവാസിനെ മാറ്റുന്നതുകൊണ്ട് ഈ വിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുമോ? ഈ കുട്ടികളല്ലേ നാളെ എഞ്ചിനീയറിങ്ങിന് വരുന്നത്, ഈ കുട്ടികളല്ലേ ഡിഗ്രിക്ക് വരുന്നത്. എന്തുകൊണ്ട് ഡിഗ്രിക്ക് പഠിക്കാൻ കുട്ടികളുടെ എണ്ണം ഇവിടെ കുറയുന്നു? ഞാൻ ഇത്തവണത്തെ കണക്കെടുത്തപ്പോൾ കോളേജുകളിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് പഠിക്കാൻ A+ കിട്ടിയ കുട്ടികളില്ല. കാരണം അവർക്കൊന്നും പറ്റത്തില്ല. അവർക്ക് സയൻസിൻ്റെ ബേസിക്സ് പോലും അറിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും കേരളത്തിലെ കുട്ടികളെ കുട്ടിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ ഗവൺമെൻറ് ഈ സ്ട്രക്ചർ പുനഃപരിശോധിക്കണം, ഇത്തരത്തിലുള്ള ഇവാലുവേഷൻ മാറ്റണം. അപ്പോൾ ആ കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് സത്യം. പാസ്സായിട്ട് എന്താ പ്രയോജനം? ഈ കുട്ടികൾ BA BSc ഇപ്പം നേരത്തെ PC ജോർജ് പറഞ്ഞ പോലെ MA പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിൻ്റെ റിക്വസ്റ്റ് എഴുതാൻ അറിയില്ല. അതേസമയം
നമ്മുടെ കുട്ടികളെ രക്ഷകർത്താക്കൾ എന്ത് ചെയ്യുന്നു? CBSEക്ക് അയക്കുന്നു. CBSEക്ക് അയക്കുന്ന കുട്ടികളിൽ വ്യത്യാസമുണ്ട്. നമ്മുടെ നമ്മുടെ സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ അവരെക്കാളും മെച്ചപ്പെട്ട റിസൾട്ട് CBSE എന്ന് വാങ്ങിക്കുന്നു. എഞ്ചിനീയറിംഗിൻ്റെ ഇത്തവണത്തെ കണക്കെടുത്തപ്പോൾ ആദ്യത്തെ 5000 റാങ്കിൽ 2700 റാങ്ക് കിട്ടിയിരിക്കുന്നത് CBSE ആണ്. പക്ഷേ കുട്ടികൾ കൂടുതലും ഈ സ്റ്റേറ്റ് സിലബസിലേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് 50% മാർക്ക് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ കൂടുതൽ മാർക്ക് സ്റ്റേറ്റിൻ്റെ കിട്ടുള്ളൂ. അപ്പോൾ ആ മാർക്ക് കൂടി ഉണ്ടായിട്ട് പോലും നമ്മുടെ കുട്ടികൾ താഴെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുടെ നിലവാരം, നമ്മുടെ സ്കൂളുകളിലെ കുട്ടികളുടെ നിലവാരം പരിശോധിക്കുന്നത് എന്തുകൊണ്ട് അത് സംഭവിച്ചു? ഇതൊക്കെയാണ് DP നമ്മുടെ വിദ്യാഭ്യാസ മേഖല പരിശോധിക്കേണ്ടത്. CBSEയിലെ കുട്ടികളുടെ കാര്യത്തിൽ ഇവിടെ PSCക്കുള്ള ഉന്നത റാങ്കുള്ള അധ്യാപകരാണ് ഗവൺമെൻറ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അവർ ക്വാളിഫൈഡ് ആണ്. പക്ഷേ അവർ വിദ്യാർത്ഥികളെ വേണ്ട രീതിയിൽ പഠിപ്പിക്കുന്നില്ല. അതേസമയം മറ്റ് CBSE സ്കൂളുകളിൽ, എയ്ഡഡ് സ്കൂളിൽ, അൺഎയ്ഡഡ് സ്കൂളുകളായാലും അതുപോലെ സെൻട്രൽ സ്കൂളുകളിലായാലും അവർ കുട്ടികൾക്ക് നല്ല കോച്ചിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ വ്യത്യാസം അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മുടെ കുട്ടികളെ കാര്യക്ഷമമായ രീതിയിൽ പഠിപ്പിക്കാതെ റിസൾട്ടുകൾ ഉണ്ടാക്കി കുട്ടികളെ നശിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് ഒരു പുനർചിന്തനം നടത്തേണ്ട ഒരു സമയമാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ നടത്തിയിരിക്കുന്ന ഈ പ്രസ്താവന. അദ്ദേഹം ഇൻഡോറായിട്ട് നടത്തിയാണ്, പബ്ലിക്കായിട്ട് പറഞ്ഞതല്ല. അത് ഇനിയെങ്കിലും പരിശോധിക്കണം. അത് പരിശോധിക്കാനായിട്ട് നമ്മുടെ സർക്കാർ തയ്യാറാകണം. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി അപകടത്തിലായിരിക്കും.